ഗുരുവായൂരപ്പന്റെ പേരിലാണ്, ഗുരുവായൂർ സന്ദർശിക്കാനാണ് ഫ്ലൈറ്റുകളില്, ട്രെയിനുകളില്, ബസ്സുകളില് ആളുകൾ എത്തുന്നത്. ആ ഗുരുവായൂർ മണ്ണില് 50 വർഷമായി ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഒരു MLA ഉണ്ടാവാത്തത് എന്തുകൊണ്ട്? ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഗുരുവായൂർ വിരോധിയാണ് ഇവിടെ MLA ആക്കിയിട്ടുള്ളത്. അമ്പല വിരോധികളെയാണ്, അമ്പല വിഴുങ്ങുകളെയാണ്, അമ്പല കൊള്ളക്കാരെയാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെ MLAക്ക് ഗുരുവായൂരപ്പനോട് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള NDAയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ. ധൈര്യമുണ്ടോ? ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിൽ വന്നിട്ട് ഇവിടുത്തെ MLAക്ക് ഈ ബിംബത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഗുരുവായൂരപ്പനെ വിശ്വസിക്കാത്തവർക്ക് ഗുരുവായൂരിൽ വോട്ടില്ല എന്ന് പറയാൻ ഗുരുവായൂരിലെ ഭക്തജനങ്ങൾ, അയ്യപ്പന്റെ ജനങ്ങൾ തയ്യാറാവണമെന്നാണ് NDA പറയുന്നത്. ഒരു സംശയമില്ല. ആ ഗുരുവായൂർ വിരുദ്ധർക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല. ഗുരുവായൂർ വർഗീയമായ ഒരു കാഴ്ചപ്പാട് വളരെ കൂടുതൽ കൂടി വരുന്നതുകൊണ്ട് ഇവിടെ ഇന്ന മതക്കാരുടെ ഭൂരിപക്ഷ പ്രദേശമാണ്, അതുകൊണ്ട് അവർ സ്ഥാനാർത്ഥിയാവണം, ഇവിടെ ഇന്ന ജാതിക്കാരാണ്, അവരാകണം എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ അന്തസത്തെ കളയുന്നതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മണ്ഡലങ്ങളിലൊരു റൊട്ടേഷൻ സ്വഭാവമാണ് വേണ്ടത്. 1-2 തവണ ഒരു മതക്കാരനായാൽ പിന്നെ മറ്റൊരു മതക്കാരനാവണം. അതുപോലെ ജാതികൾക്കും പരിഗണന കൊടുക്കണം, ഉപജാതികൾക്കും പരിഗണന കൊടുക്കണം, പ്രാസ്ഥാനികമായ നിലക്കുള്ള പരിഗണനകൾ ഉണ്ടാകണം. കാരണം എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എല്ലാവർക്കും വേണ്ടിയുമുള്ള ശബ്ദങ്ങൾ നിയമസഭകളിൽ ഉയരേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ മതത്തിൻ്റെ ഒരു മുസ്ലിം പ്രദേശത്ത് മുസ്ലിം നിന്നാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന കാര്യം വരാൻ പാടില്ല, മറിച്ചും പാടില്ല. ക്രിസ്ത്യാനികൾ മാത്രമുള്ളൊരു നാട്ടിൽ മുസ്ലിമിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി മത്സരിപ്പിക്കാനുള്ള തൻ്റെ ഇടമാണ് ഉണ്ടാകേണ്ടത്. ഹൈന്ദവർ മാത്രമുള്ളൊരു സ്ഥലത്ത് മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ മത്സരിപ്പിക്കാനാണ് സാധിക്കേണ്ടത്. ഈ ജില്ലയിൽ ഇന്ന മതക്കാർക്ക് സീറ്റില്ല, അല്ലെങ്കിൽ ഇന്ന ജാതിക്കാർക്ക് സീറ്റില്ല, ആ ജില്ലയിൽ ഇല്ല എന്ന് പറഞ്ഞ് തൂക്കം ഒപ്പിക്കാൻ വേണ്ടി കഴിവില്ലാത്ത ആളുകളെ രംഗത്ത് കൊണ്ടുവരുമ്പോൾ അത് ആ നാടിനും ഈ സംസ്ഥാനത്തിനും എല്ലാവർക്കും ഭാരമാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് മതവും ജാതിയും നോക്കിയുള്ള സന്തുലിതാവസ്ഥയുടെ നിശ്ചയം അല്ല. ചിലർ പറയാറുണ്ട്, ഇന്ന പാർട്ടിയിൽ മുസ്ലിങ്ങളിവിടെ കേരളത്തിൽ 30% ഉണ്ട്, ആ പാർട്ടിയിൽ മുസ്ലിങ്ങൾക്ക് ഇത്രയേ സീറ്റുള്ളൂ, ഈ പാർട്ടിയിൽ ഇത്രയേ സീറ്റുള്ളൂ. ജനസംഖ്യയുടെ എണ്ണം നോക്കിയിട്ടല്ലല്ലോ ഒരു പാർട്ടിയിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത്. ജനസംഖ്യ മൊത്തത്തിലുള്ളത് നോക്കിയിട്ട് ജനങ്ങൾക്കുള്ള അവകാശങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പാർട്ടികൾ ചിലപ്പോൾ ഒരേ മതക്കാരായിരിക്കും, ചിലപ്പോൾ ഒരേ ജാതിയുടെ പാർട്ടിയൊക്കെ ആയിരിക്കും, ചെറിയ മതേതര സ്വഭാവമൊക്കെ ഉണ്ടാകാം. എങ്കിലും പല പാർട്ടികൾക്കും അതിൻ്റേതായൊരു മുൻതൂക്കമൊക്കെ ഉണ്ടാകും. അവിടെയെല്ലാം മതത്തിൻ്റെ പേര് പറഞ്ഞും എണ്ണയും തൂക്കുകയും ചെയ്യുന്ന ഒരു രീതി കേരളത്തിൽ ഇതുവരെയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. പേരിന് ഒരു 50 ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. ഒരാൾ എത്ര കാലമായിട്ടുണ്ടെങ്കിലും ഇനിയും അയോഗ്യനായ ഒരാൾ മുസ്ലിമിൽ നിന്നാണ് ഉള്ളതെങ്കിൽ അയാളെ തന്നെ മുഖ്യമന്ത്രിയാക്കണം. മഹാരാഷ്ട്രയിൽ അബ്ദുറഹ്മാൻ ആന്ദുലെ വർഷങ്ങളുള്ള മുഖ്യമന്ത്രിയായിട്ടുണ്ട്. മുസ്ലിങ്ങൾ വളരെ കുറവുള്ള രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയായിട്ട് മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും മുസ്ലിംകൾ മുഖ്യമന്ത്രിയായി വന്നിട്ടുണ്ട്. അവർ പ്രവർത്തിച്ച രാഷ്ട്രീയ മണ്ഡലത്തിലും അവരുടെ പാർട്ടിയിലും അവർ കഴിവ് തെളിയിച്ചതായതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അങ്ങനെ മുസ്ലിം വരുമ്പോൾ അവർ പുറം തള്ളപ്പെടരുത്. അങ്ങനെയുള്ള ചില ധാരണകൾ, മുസ്ലിം ആയതുകൊണ്ട് ആ പാർട്ടിയിൽ സ്ഥാനം കിട്ടുന്നില്ല, വളരാൻ അനുവദിക്കുന്നില്ല എന്നുള്ള രീതി ഉണ്ടാകുന്നത് ശരിയല്ല. അത് ക്രിസ്ത്യാനിയായാലും ശരിയല്ല, ഹിന്ദുവായാലും ശരിയല്ല, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേര് നോക്കിയിട്ടല്ല. മറിച്ച് ഞാനിപ്പറഞ്ഞ ക്വാളിറ്റികളൊക്കെയുള്ള ആളുകളെ, അതുപോലെ അതാത് പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുകയും വിയർക്കുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന ആളുകളെ നിർത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതൊക്കെ അല്ലാത്ത രൂപത്തിലുള്ള ചർച്ചകളും ആലോചനകളും നമ്മുടെ നാടിൻ്റെ മതേതര സ്വഭാവത്തെ നശിപ്പിക്കുന്നു എന്ന ഒരു പ്രത്യേക സാഹചര്യം വളർന്നു വരുന്നത് കൊണ്ടാണ് ഞാനിക്കാര്യങ്ങൾ പ്രത്യേകമായി ഉണർത്തിയിട്ടുള്ളത്.